ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ കഥ ശ്രദ്ധിച്ചു കേൾക്കണേ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്. പണ്ട് ഒരു ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ പൊതുവെ അല്പം ദേഷ്യക്കാരനും ഒന്നിനും ക്ഷമയില്ലാത്തവനുമായിരുന്നു. ഒരു ദിവസം അവൻ വീട്ടിൽ നിന്ന് കുറച്ചു പച്ചക്കറികളും സാധനങ്ങളും വിൽക്കാനായി അടുത്തുള്ള വലിയ അങ്ങാടിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പം മറ്റു കച്ചവടക്കാർ വളരെ വില കുറച്ചാണ് സാധനങ്ങൾ വിൽക്കുന്നത്. രാമുവിന് കച്ചവടത്തിൽ ഒട്ടും പരിചയമില്ലാത്തതുകൊണ്ട് ആരും അവന്റെ അടുത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിയില്ല. മാത്രമല്ല, അങ്ങാടിയിലെ മറ്റു ചില കച്ചവടക്കാർ രാമുവിനെ പരിഹസിക്കുകയും തർക്കത്തിലേർപ്പെടുകയും ചെയ്തു. വഴക്കിലും കച്ചവടത്തിലും തോറ്റ് വൻ നഷ്ടവും സങ്കടവുമായി രാമുവിന് അങ്ങാടിയിൽ നിന്ന് മടങ്ങേണ്ടി വന്നു. അങ്ങാടിയിലുള്ളവരോട് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റാത്തതിന്റെ ദേഷ്യവും നാണക്കേടും അവന്റെ ഉള്ളിൽ തിളച്ചുമറിയുകയായിരുന്നു. അവൻ ദേഷ്യത്തോടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിലെത്തിയപ്പോൾ പാവം അവന്റെ വൃദ്ധയായ അമ്മ അടുക്കളയിൽ അവനുള്ള ഭക്ഷണം തയ്യാറാക്കുകയായിരുന്നു. വീട്ടിലേക്ക് കയറി വന്ന രാമു നേരെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മ അവനെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു, മോനെ, അങ്ങാടിയിൽ കച്ചവടമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സാധനങ്ങളെല്ലാം വിറ്റോ? അങ്ങാടിയിലെ ദേഷ്യം മുഴുവൻ മനസ്സിൽ വെച്ചിരുന്ന രാമു അമ്മയുടെ ആ ചോദ്യം കേട്ടതും നിയന്ത്രണം വിട്ട ഉറക്കെ ആക്രോശിച്ചു. അവൻ അടുക്കളയിലിരുന്ന പാത്രങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുകയും യാതൊരു തെറ്റും ചെയ്യാത്ത പാവം അമ്മയോട് അനാവശ്യമായി ചൂടാവുകയും ചെയ്തു. തന്റെ പരാജയത്തിന്റെ ദേഷ്യം മുഴുവൻ അങ്ങാടിയിലെ ആളുകളോട് തീർക്കാൻ കഴിയാതെ വീട്ടിലെ പാവം അമ്മയുടെ മേൽ തീർത്ത രാമുവിന്റെ ഈ പ്രവൃത്തിയെയാണ് ആളുകൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറഞ്ഞു പരിഹസിക്കാൻ തുടങ്ങിയത്. ഗുണപാഠം: നമ്മുടെ പരാജയങ്ങൾക്കും വിഷമങ്ങൾക്കും യാതൊരു തെറ്റും ചെയ്യാത്തവരോട് ദേഷ്യപ്പെടുന്നത് തെറ്റാണ്. സ്വന്തം പരാജയത്തിന്റെ പഴി മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത്. ഈ മായാജാല കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. കൂടുതൽ കഥകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഭാഗം കമന്റിൽ പറയൂ. പുതിയ കഥകൾക്കായി ഫോളോ ചെയ്യൂ. വീണ്ടും അടുത്ത മായാലോക കഥയിൽ കാണാം.